ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ 3-ാമത്തെ എപ്പിസോഡായിട്ടാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു കൗ ഫാം അല്ലെങ്കിൽ സാധാ ഫാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഒരു വില്ലേജും കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ളൊരിത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുൾ സെറ്റ് അയൺ ആർമറും ടൂൾസ് പറഞ്ഞ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമുക്കൊരു ഇത് കിട്ടണം. നമ്മുടെ ഫാം ഞാൻ കരുതണം നമ്മുടെ വീട്ടിന് മുമ്പിലിട്ടിട്ട് കിട്ടുന്നതാണ്. അതിന് കേസ് നമുക്ക് കുറേ വുഡ് വേണം. ആദ്യം നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫാം ഉണ്ടാക്കാം. ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഗായ്സ് നമ്മുടെ കയ്യിൽ ഇതില്ല, ബക്കറ്റില്ല വെള്ളം ഒഴിക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരിക്കലും കൂടി മൈനിങ്ങിന് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബക്കറ്റിന് വേണ്ടി നമുക്ക് ഒന്നുകൂടി മൈനിങ്ങിന് പോകേണ്ടി വരും. വേഗം തന്നെ നമുക്ക് മൈനിങ്ങിന് പോവാം. ആദ്യം ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ടൊന്നും അറിയില്ല. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ പുതിയ മൈനിങ് ഏരിയ. പുതിയതല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ പോയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ മൈൻ ചെയ്യാം. നമ്മുടെ എന്തെങ്കിലും അയൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് മൈൻ ചെയ്തെടുക്കാം. കാരണം ഇനി നമുക്ക് അയണിന് നല്ല ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് 10 അത്ര കിട്ടണ അയൺ നമുക്ക് മൈൻ ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ പോകണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ 31 നമ്മുടെ എവിടെയായിരുന്നു നമ്മൾ മൈൻ ചെയ്ത് ഇവിടെ ഇരുന്നു. ഓക്കെ, നമുക്ക് ഏകദേശം ഇവിടെ ലാഭമുണ്ട്. നമുക്ക് ഇതിനെ കുഴിച്ചു പോവാം. നമ്മൾ ഇവിടെ ഇരുന്ന് അന്ന് അയണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സൈഡിൽ കൂടെ എങ്ങനെയാണ് കുഴിച്ചു പോവാം. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ വെച്ചാൽ ഇതുണ്ട്, ഒരു 3 ബ്ലോക്ക് ഇവിടുന്നാണ്ട് കുഴിച്ചു മാറ്റുക. 3 അല്ല, ഒരു 4 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചു മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 ബ്ലോക്ക് കിട്ടിയില്ല. ഓക്കെ, 2 ബ്ലോക്ക് 1 2 കഴിഞ്ഞിട്ട് അടുത്തൊരു 4 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചു. അതാകുമ്പോൾ തന്നെ ഈ 4 ബ്ലോക്കുള്ള ചുറ്റളവുള്ള എല്ലാ അയണും നമുക്ക് തന്നെ കിട്ടും. പിക്കാക്സും പൊട്ടി. അപ്പോൾ എന്തെങ്കിലും അയൺ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മൾ കണ്ടില്ലേ ഇവിടുന്ന് ഇത്രയും കുഴിച്ചു, ഇങ്ങനെ സ്ട്രിപ്പ് മൈൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് കുറച്ച് അയൺ കിട്ടി. എത്ര അയൺ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ബൈ ദ വേ എനിക്ക് തോന്നുന്നു 3 ഉണ്ടാവും എന്നാണ്. ഓക്കെ, 3 ഭാഗ്യം. ഈ 3 മതി. കുറേ ഉണ്ട് കേട്ടോ. 3 മതി, കാരണം നമുക്കൊരു ബക്കറ്റിൻ്റെ ആവശ്യം ഇപ്പോൾ ഉള്ളൂ. ഒരു ബക്കറ്റ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ബക്കറ്റ് സ്മെൽട്ടാക്കിയാൽ മതി. ബാക്കിയുള്ള അയണൊക്കെ തന്നെ നമ്മുടെ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ കിട്ടും. ഇവിടെ ബക്കറ്റ് തോടലായി കണ്ടിട്ട് കുറെ കിട്ടിയിട്ടൊക്കെ. നമുക്ക് തൽക്കാലത്തിന് ഇത്ര അയൺ മതി. ഇനി നേരെ വീട്ടിൽ പോയിട്ട് നമുക്കൊരു